പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. മനോഹരമായൊരു വചനമല്ലേ? അതെ പ്രിയപ്പെട്ടവരെ, ദേവി മേനോൻ എന്ന് പറയുന്ന റോസ്മരിയ ഈ കർത്താവിനെ തിരിച്ചറിഞ്ഞ് രുചിച്ചനുഭവിച്ച ഒരു അനുഭവ സാക്ഷ്യം നമ്മളുമായിട്ട് ഈ നിമിഷം പങ്കുവയ്ക്കുകയാണ്. നമുക്ക് സ്നേഹത്തോടെ ആ രുചികരമായ ദൈവാനുഭവം ഇന്ന് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് കാതോർക്കാം. നിശ്ചയമായിട്ടും ദൈവം ഈ നിമിഷം നമ്മളെ വിശ്വാസത്തിൻ്റെ തലത്തിൽ ഒരു പടിയും കൂടി ഉയർത്തും, ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഈശോയെ കണ്ടുമുട്ടിയ, ഈശോയെ സ്വന്തമാക്കിയ ആ അനുഭവം നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഈ ഒരു വലിയ നിമിഷത്തെ ഓർത്ത് തമ്പുരാന് നന്ദി പറയുന്നു. എൻ്റെ ബാച്ചാണ് പ്രീ ഡിഗ്രി അവസാന കാലഘട്ടം. അതിനുശേഷം +1 +2 ആണ്. അപ്പോൾ പ്രീ ഡിഗ്രി ആ ഒരു സമയത്ത്, പഠന സമയത്ത് ഞാൻ ചെറുപ്പകാലം മുതലേ സ്പിരിച്വലായിട്ട് ഒത്തിരി താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. ഒത്തിരിയേറെ വായിക്കുമായിരുന്നു, അല്പസ്വല്പം എഴുതുമായിരുന്നു. അപ്പോൾ പ്രീ ഡിഗ്രി സമയത്ത് ഒരു ആഗ്രഹം മനസ്സിൽ, ഒരാശയം രൂപം കൊണ്ടു. ഹിക്രിമു, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ഈ 3 മതങ്ങളിലും ഒരേപോലെയുള്ള തത്വങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു പുസ്തകം എഴുതണം. അതിന് പേരിട്ടു സ്വസ്തി സൂക്തം. അതിനു വേണ്ടിയിട്ട് ഞാൻ വിവിധ മതങ്ങളെക്കുറിച്ച് പഠിച്ചു. ഹിന്ദുമതം, ക്രിസ്ത്യൻ മതം, ഇസ്ലാം മതം, യഹൂദമതം, സ്വരാഷ്ട്രീയ മതങ്ങൾ, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം. അതുകൂടാതെ ഫിലോസഫിക്കൽ, എത്നോളജിക്കലായിട്ട് ടോട്ടമിസം, ആനിമിസം, പാഗനിസം, മിത്രയിസം, മോണോത്തീസം, പോളിത്തീസം, അങ്ങനെ പലതും പഠന വിഷയമാക്കി. അതിനു മുൻപ് വിവേകത്തോടു കൂടി അല്ലാതെ എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ പരിശുദ്ധ ബൈബിളിനെ പരാമർശമാക്കി ഒരു ചെറിയ സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പഠനാത്മകമായി വിവേകബുദ്ധിയോടുകൂടി സമീപിച്ചത് ഈ ഒരു സ്വസ്തി സൂക്തം എന്ന ഗ്രന്ഥം എഴുതാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ബൈബിൾ പഠിച്ചു. ഒരിക്കലും ഈശോ ലോകരക്ഷകൻ എന്ന ഒരു വലിയ ആ ഒരു സത്യത്തോടു കൂടി ആയിരുന്നില്ല, അന്യമതത്തിലെ ഒരു ദൈവം എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി, ആ ഒരു സ്നേഹത്തോടു കൂടി വിശുദ്ധ ബൈബിളിനെ സമീപിച്ചു. ഒപ്പം തന്നെ ഖുർആൻ പഠിച്ചു, അല്പസ്വല്പ അറബി പഠിച്ചു, നിസ്കരിക്കാനും യാസീൻ ഓതാനും ഒക്കെ പഠിച്ചു. സിഖുകാരുടെ എക് ഓങ്കാരം തുടങ്ങുന്ന മൂലമന്ത്രം, അങ്ങനെ പലതും. അപ്പോഴൊന്നും ഒരിക്കലും ഈശോ എന്നിലേക്ക് ഇറങ്ങി വന്ന നിമിഷങ്ങളോ അല്ലെങ്കിൽ ഈശോയുടെ ആ ഒരു വലിയ സ്നേഹമോ അനുഭവിച്ച വലിയ മുഹൂർത്തങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങോട്ട് എൻ്റെ ജീവിതം മറ്റൊരു തലത്തിലേക്ക്, ഒരു ടേണിംഗ് പോയിൻ്റ് വന്നൊരു സമയമായിരുന്നു. അച്ഛൻ എന്നുള്ളൊരു സ്നേഹം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ബലഹീനത ആണ്. അങ്ങനെ 24-ാം വയസ്സിൽ, അതൊരു വലിയ ഒട്ടും എനിക്ക് ഇപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈശോ മിശിഹ എന്നോടൊപ്പം ഉള്ളതുകൊണ്ട് മാത്രമാണ്. 24-ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ തികച്ചും യാദൃശ്ചികമായിട്ട് ഒന്ന് ഒരുങ്ങാൻ പോലും എനിക്ക് സമയം തരാതെ എന്നെ വിട്ടു പിരിഞ്ഞു. ജീവിതത്തിൽ പല ദുർഘടങ്ങളും ഒരുമിച്ച് വന്നു. എൻ്റെ അനിയത്തിക്കുട്ടി ഞാനും 12 വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട്. ഒരു മകളെപ്പോലെ അവളെ ചേർത്ത് പിടിക്കേണ്ട ഒരു സമയമായിരുന്നു. കൂടാതെ ഫിനാൻഷ്യലായിട്ട് ഒത്തിരിയേറെ ക്രൈസിസും ജീവിതത്തിൽ വന്നു. അച്ഛനൊരു ഇമ്പോർട്ടഡ് ഫാൻസി കളക്ഷൻ ഷോപ്പ് ബോംബെയിൽ തുടങ്ങിയിരുന്നു, ഇന്ന് ബോംബെയിൽ തുടങ്ങിയിരുന്നു. അപ്പോൾ അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാതെ വരികയും അതിലേക്ക് മുടക്കിയതും, കൂടാതെ സാധാരണ നമ്മൾ കേൾക്കുക വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു സാമ്പത്തിക പറ്റിക്കൽ വരിക എന്നൊക്കെയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അതിനു മുൻപ് തന്നെ വിവാഹം വരെ എത്തിയൊരു ബന്ധത്തിൽ നിന്ന് വലിയൊരു സാമ്പത്തിക ബാധ്യതയും ജീവിതത്തിലേക്ക് വന്നു. തീർത്തും ആരും തളർന്നു പോകുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു. കൊട്ടാരത്തിൽ നിന്ന് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരനുഭവം. പക്ഷേ തമ്പുരാൻ്റെ വലിയ കൃപയാൽ ഇന്ന് ഞാൻ അറിയുന്നു എൻ്റെ ഈശോ അന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന്. അന്നും ഞാനൊരു ദൈവവിശ്വാസി തന്നെയായിരുന്നു, മറ്റൊരു വിശ്വാസമായിരുന്നു എന്ന് മാത്രം. അങ്ങനെ ബാധ്യതകളെല്ലാം തീർത്ത് പിന്നീട് നമ്മൾ ആയിക്കൊണ്ടിരുന്നൊരവസ്ഥയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ അവിടുന്ന് ബാംഗ്ലൂരിലേക്ക് താമസം മാറി. 2006 ജനുവരിയിൽ ഞങ്ങളങ്ങനെ ബാംഗ്ലൂർക്ക് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തികച്ചും
മറ്റൊരു തരത്തിലുള്ള ജീവിതം, അതായത് എനിക്കൊന്നും ആവശ്യമില്ലായിരുന്നു അതിനു മുമ്പ് വരെ. എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലം, അങ്ങേയറ്റം സൗകര്യങ്ങളിൽ, ലക്ഷറികളിൽ ജീവിച്ചിരുന്ന ഒരു കാലം, അതിൽ നിന്നൊന്നുമില്ലാത്തൊരവസ്ഥയിലാണ് എത്തിയത്. അനീതിക്കുട്ടി അന്ന് 8ാം ക്ലാസ്സിലാണ്. ഞങ്ങൾ തമ്മിൽ 12 വയസ്സിൻ്റെ ഒരു ഗ്യാപ്പുണ്ട്. അവളുടെ അഡ്മിഷൻ മുതൽ അങ്ങോട്ട് പലതും ചിന്തിച്ച് എന്ത് ചെയ്യണമെന്നറിയില്ല. പ്രൊഫഷണലി, എഡ്യൂക്കേഷനലി ഞാൻ MBA PG ഹോൾഡറാണ്. അതിൽ എൻ്റെ MBA PG ഞാൻ ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് എടുത്തത്. അപ്പോൾ അതിനു മുമ്പുള്ള എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം, നേരത്തെ പറഞ്ഞ ആ വലിയ പ്രശ്നം അഭിമുഖീകരിക്കേണ്ട ഘട്ടം വന്നപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നഷ്ടമായി. സോ എവിടെയെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒരവസ്ഥ. അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തു. എനിക്ക് ജോലി കിട്ടാതെ വന്നാൽ, കാരണം സർട്ടിഫിക്കറ്റ്സ് ഇല്ല, ജോലി കിട്ടാതെ വന്നാൽ, ഞങ്ങളന്ന് രാമമൂർത്തി നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അതിൻ്റെ തൊട്ടടുത്തൊരു ഹോളോബ്രിക്സിൻ്റെ ഒരു കമ്പനിയുണ്ട്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ആരോഗ്യമുണ്ട്, ദൈവം അനുഗ്രഹിച്ച്, ഏത് ജോലിക്കും അതിൻ്റേതായ ഒരു അന്തസ്സുണ്ട്. എനിക്ക് വേറെ ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ ഹോളോബ്രിക്സ് ചുമക്കാൻ പോകും. അങ്ങനെ ഒരു തീരുമാനമെടുത്തതാണ്. അത്രമാത്രം വലിയൊരു പ്രയാസത്തിൽ കൂടി കടന്നുപോയ കാലഘട്ടമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹത്താൽ എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു ജോലി ശരിയായി. അവിടുന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട, അതായത് 3 മാസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഒരു പ്രൊജക്റ്റ് വളരെ പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ സീറോയിൽ നിന്ന് ഞാൻ തുടങ്ങിയ ജീവിതം. ഈ സീറോയിൽ നിന്ന് ഞാൻ തുടങ്ങിയ ജീവിതത്തിലാണ് തമ്പുരാൻ എൻ്റെ കയ്യിൽ പിടിച്ച് എന്നോടൊപ്പം നടക്കാൻ തുടങ്ങിയതും ആ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞതും. 2009 അത് വളരെ പ്രത്യേകതയുള്ളൊരു വർഷമാണ് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ അനീതിക്കുട്ടിയുടെ അഡ്മിഷനായിട്ട് ഞങ്ങൾ സെയിൻറ്റ് ആൻസ് സ്കൂൾ രാമമൂർത്തി നഗറിൽ അഡ്മിഷൻ തേടി. അവിടേക്ക് കടന്നു വന്ന സിസ്റ്റർ ട്രീസ ആൻ്റണി എന്ന് പറഞ്ഞ സിസ്റ്റർ അമ്മയുമായിട്ട് നല്ലൊരു ആത്മീയ ബന്ധം, നല്ലൊരു റിലേഷനായിരുന്നു. ആ കോൺവെൻറ്റിലെ എല്ലാ അമ്മമാരുമായിട്ടും അതെ. അപ്പോൾ അവിടുത്തെ എന്തെങ്കിലും അത്യാവശ്യം കമ്പ്യൂട്ടർ വർക്കുകളും അത്യാവശ്യം കാര്യങ്ങളിലുമൊക്കെ ഞാനും കൂടുമായിരുന്നു. എല്ലാ അമ്മമാരുമായിട്ടൊരു പ്രത്യേക ബന്ധമായിരുന്നു. പക്ഷെ അതിൽ എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് ഞാൻ സിസ്റ്റർ മമ്മ എന്നിന്നും വിളിക്കുന്ന സിസ്റ്റർ ട്രീസ ആൻ്റണി. അങ്ങനെ അന്ന് നോവി സിസ്റ്റേഴ്സ് വരുന്നൊരു സമയം ഞങ്ങൾ സെയിൻറ്റ് പോൾസ് ബുക്ക് സെൻറ്ററിൽ പോയിട്ട് ബൈബിൾ വാങ്ങിക്കാൻ വേണ്ടി പോയി. 2009. അപ്പോൾ ഞാനിങ്ങനെ ബൈബിൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സിസ്റ്റർ അമ്മ എന്നോട് ചോദിച്ചു, അച്ചു ഞാൻ ബൈബിൾ വാങ്ങി തരട്ടെ, പ്രശ്നമുണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല മമ്മ, ഞാൻ എന്തായാലും വാങ്ങിക്കാൻ തുടങ്ങുകയാണ്. മമ്മയായിട്ട് എനിക്കത് വാങ്ങിച്ച് തരികയാണെങ്കിൽ അതെൻ്റെ ജീവിതത്തിലൊരു ബ്ലെസ്സിങ് ആയിരിക്കും. ഞാൻ അന്ന് സ്വസ്തി സൂക്തം എന്ന ഒരു ബുക്ക് എഴുതാൻ വേണ്ടി തുടങ്ങി. അതിനുശേഷം ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ വിയോഗം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി നിന്നതിന് ശേഷം ഞാൻ പിന്നീട് പരിശുദ്ധ ബൈബിൾ എടുത്ത ആ ഒരു വർഷമാണ് 2009. അപ്പം അമ്മ എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, അച്ചു ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു വചനമെങ്കിലും ഡെയിലി ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു. ഇന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പാലിച്ചു പോരുന്നു. ഒരു നസ്രാണി എന്ന നിലയിൽ തീർച്ചയായിട്ടും അതെൻ്റെ കടമയാണ് ഇപ്പോൾ. പക്ഷെ അന്നും ഞാനത് വായിച്ചു. ഒരിക്കലും ഇതൊരു വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഈശോ മിശിഹ അത് എൻ്റെ ദൈവമാണ് എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയൊന്നുമല്ല ഞാൻ ബൈബിൾ വായിച്ചത്. ബൈബിളിനോടൊരു ആത്മബന്ധം അങ്ങനെ വായിച്ചു തുടങ്ങി. പിന്നെ സിസ്റ്റർ അമ്മ പറഞ്ഞ ആ ഒരു കാര്യവും മനസ്സിലുണ്ടായിരുന്നു. സാധാരണ ഹിന്ദുക്കൾ ഒരു പുസ്തകം എടുത്ത് പ്രാർത്ഥിക്കും, എപ്പോഴും തൊട്ടിങ്ങനെ നമസ്കരിക്കും, അങ്ങനെയാണ് വായിക്കുക. ഞാനും ബൈബിൾ തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ പോലും അറിയാതെ, അത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല, വിശുദ്ധ ബൈബിൾ എടുക്കുമ്പോൾ ഞാൻ ഉമ്മ വയ്ക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമായി ഒരു ഉമ്മ വെച്ച് വായിച്ചു തുടങ്ങിയ ഒരു വിശുദ്ധ ഗ്രന്ഥം, ഒരു മതഗ്രന്ഥം, അതിലുപരി നമ്മുടെ സത്യവേദ പുസ്തകം. ജെറേമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷം. ഞാനത് അനുഭവിച്ചറിയുകയായിരുന്നു. അതിൻ്റെ ഒരു എപ്പോഴാണെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ലെങ്കിൽ കൂടി എൻ്റെ വലിയൊരു ഫ്രണ്ടായിരുന്നു ബൈബിൾ. ബാംഗ്ലൂർ അധികം സുഹൃത്തുക്കൾ എനിക്കില്ലായിരുന്നു, പ്രത്യേകിച്ച് കാരണം എൻ്റെ ജീവിതത്തിൽ അതിനുള്ള സമയമില്ലായിരുന്നു പാഴാക്കാൻ. അനിയത്തിക്കുട്ടിയെ പഠിപ്പിക്കുക, ജീവിതത്തിൽ അത്യാവശ്യം വേണ്ടതൊക്കെ, മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കുക, ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ. പിന്നെ അങ്ങേയറ്റം തിരക്ക്. ഞാൻ 12-14 മണിക്കൂർ ജോലി ചെയ്ത സമയമുണ്ടായിരുന്നു, മറ്റൊന്നിനും സമയമില്ലായിരുന്നു. പക്ഷേ വിശുദ്ധ ബൈബിൾ എൻ്റെ വലിയൊരു സുഹൃത്തായിരുന്നു. അങ്ങനെ ബൈബിൾ വായിച്ചു കൊണ്ടുപോകുന്ന ഈ സമയത്ത് ഇതിനിടയ്ക്ക് സിസ്റ്റർ അമ്മയുടെ ഫാമിലിയുമായിട്ട് നമ്മളൊരു ഫാമിലി ഫ്രണ്ട്സായി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് ചാലക്കുടിയിൽ വരുമായിരുന്നു. ഈശോയുടെ വലിയൊരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റർ അമ്മയുടെ ബ്രദറും വൈഫുമാണ് എൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും, ജോയ് ചേട്ടൻ, ലാലി ചേച്ചി. ഈശോ ഒരുക്കി വെച്ച എൻ്റെ ആത്മീയ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും.
അങ്ങനെ ചാലക്കുടിയിൽ വരും, 2 ദിവസം നിൽക്കും, തിരിച്ചു പോവും, അങ്ങനെയൊക്കെയായിരുന്നു. ഇതിനിടയ്ക്ക് 2011 സിസ്റ്റർ അമ്മയുടെ വീട്ടിൽ വന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ മലയാറ്റൂർ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്, എനിക്ക് വലിയ അറിവില്ല, മലയാറ്റൂർ എന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ അതിനെപ്പറ്റി വലിയ ജ്ഞാനമൊന്നുമില്ല. ഇങ്ങനെ തീരുമാനിച്ചു. അപ്പം ഞാനും അമ്മയും ഈ നേരത്തെ പറഞ്ഞ സിസ്റ്റർ അമ്മയുടെ മൂത്ത ചേച്ചി എൽസി, മൂത്ത ചേച്ചിയും ഫാമിലിയും കൂടെ ഞങ്ങൾ മലയാറ്റൂർ മലയ്ക്ക് പോയി. പ്രത്യേകിച്ച് യാതൊരു നിയോഗങ്ങളുമില്ല. മാർത്തോമാ ശ്ലീഹയെക്കുറിച്ച് വലിയ ജ്ഞാനമൊന്നുമില്ല. സെയിൻറ്റ് തോമസ് ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ വലിയ അറിവൊന്നുമില്ല. മലയാറ്റൂർ മലയിലെത്തി 4ാം സ്ഥലം എത്തിയപ്പോൾ എനിക്ക് തോന്നി മുട്ടയിൽ കയറാം. ഒരു പ്ലാനിങ്ങും ഇല്ല, ഒരു ഇൻറ്റൻഷനും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഞാൻ 4ാം സ്ഥലം മുതൽ മുട്ടിൽ കയറി. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, കാരണം ഒരു കുറേ കഴിഞ്ഞപ്പോഴേക്കും പാൻറ്റൊക്കെ ഇങ്ങനെ പൊട്ടി. നിങ്ങൾക്ക് മലയാറ്റൂർ മല കയറിയവർക്കൊക്കെ അറിയാം, നടന്നു കയറാനേ പ്രയാസമുള്ളൊരിടമാണ് മുട്ടിൽ കയറുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. അങ്ങനെ എൻ്റെ മുട്ടിലെ തൊലിയൊക്കെ പൊട്ടി ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അമ്മ കുറേ പറഞ്ഞു, വേണ്ട മതി അച്ചു, എഴുന്നേൽക്കുക. അപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ വായിൽ നിന്ന് വീണത് ഇങ്ങനെയാണ്: അമ്മ എന്തുമാത്രം ഈശോയ്ക്ക് വേണ്ടി സഹിച്ചു, ഈശോ സഹിച്ചപ്പോൾ ആ അമ്മ എന്തുമാത്രം വേദനിച്ചു. ഒന്നുമല്ല, വലിയ അറിവൊന്നും ഉണ്ടായിട്ടല്ല, എങ്ങനെയോ അങ്ങനെ പറഞ്ഞു. അങ്ങനെ മുകളിലെത്തി നമ്മുടെ വിശ്വാസ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ മണ്ണിൽ. അപ്പോൾ എൻ്റെ കൂടെ നിന്നവരൊക്കെ പറഞ്ഞു, അച്ചു ഉറപ്പായിട്ടൊരു ക്രിസ്ത്യാനിയാവും. ആ ഒരു വിശ്വാസ തീക്ഷ്ണതയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോലും ചെയ്യാൻ തോന്നിയില്ല, സാധിച്ചില്ല. പക്ഷെ അച്ചു അത് ചെയ്തു, തീർച്ചയായിട്ടും ക്രിസ്ത്യാനിയാവും. അങ്ങനെ തിരിച്ചു പോന്നു, ബാംഗ്ലൂർ വന്നു. ഇതിനിടയ്ക്ക് സിസ്റ്റർ അമ്മയുടെ അപ്പൻ മരിച്ചു. ഞാൻ ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നിട്ടുണ്ട്. എൻ്റെ 5ാം ക്ലാസ്സിൽ സെയിൻറ്റ് അലോഷ്യസ് സ്കൂൾ പറവൂരിൽ. അന്ന് നമ്മൾ അറിയുന്നില്ല വിശുദ്ധ കുർബാനയുടെ ഒന്നും അറിയില്ല. ആ പ്രായത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മയില്ല. ഞാൻ നസ്രാണി ആയതിനു ശേഷം, ക്രിസ്തീയ മതം സ്വീകരിച്ചതിന് ശേഷം അവിടെ പോയിരുന്നു. ആ ഒരു പ്രാർത്ഥന ഒരു വലിയ അനുഭവമായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ അങ്ങനെ ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നു. ഈ സിസ്റ്റർ അമ്മയുടെ അപ്പൻ്റെ ഓർമ്മ കുർബാനയിൽ പങ്കുചേർന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, പല മതങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചു, പലതും പഠന വിഷയമാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ അതുവരെ ജീവിതത്തിൽ അനുഭവിക്കാത്തൊരു വലിയ ഒരു വൈബ്രേഷൻ എന്നാണോ, ഒരു പോസിറ്റീവ് എനർജി എന്നാണോ, എന്താ പറയേണ്ടതെന്ന് ഇന്നും എനിക്കറിയില്ല. അപ്പം ഞാനിവിടെ നിന്നിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് കുടിക്കുകയാണ്. ആ ജ്യൂസിൽ മധുരമുണ്ടോ എന്ന് നിങ്ങൾക്കറിയില്ല, കുടിക്കുന്ന എനിക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾക്ക് തോന്നാം അതിൽ മധുരമുണ്ട്, ഇല്ലെങ്കിൽ മധുരം ഇല്ല എന്നുള്ളത്. കളർ കൊണ്ട് നിങ്ങൾ പലതും ചിന്തിക്കും, അത് മാംഗോ ജ്യൂസാണോ ഓറഞ്ച് ജ്യൂസാണോ, അങ്ങനെ പലതും നിങ്ങൾക്ക് വിഭാവനം ചെയ്യാം. പക്ഷേ കുടിക്കുന്ന എനിക്കറിയാം അതിൻ്റെ മധുരം എന്ന് പറഞ്ഞ പോലെ വിശുദ്ധ കുർബാനയുടെ ആ വലിയൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ അനുഭവിച്ചറിഞ്ഞു. എന്താണെന്ന് പക്ഷേ എനിക്ക് മനസ്സിലായിട്ടില്ല, എന്തൊക്കെയോ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ. പിന്നെ ഇതുവരെ ഞാൻ കേൾക്കാത്ത ചില പ്രാർത്ഥനാ രീതികൾ. ഞാൻ പാപിയാണെന്ന് തുറന്നു പറയുന്ന, ബലിയർപ്പിക്കുന്ന ഒരു വൈദികൻ, അത് ഏറ്റുപറയുന്ന ആൾക്കാർ. അന്ന് എനിക്ക് ദൈവജനം എന്നുള്ള ഒരു സങ്കല്പമൊന്നുമില്ല. പിന്നെ കൂടാതെ ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള ചില പ്രാർത്ഥനകൾ, ഒരു തരംതിരിവില്ല, ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ചില പ്രത്യേക പ്രാർത്ഥനകളിലെ അർത്ഥങ്ങൾ, അങ്ങനെ പലതും അന്ന് സ്വാധീനിച്ചിട്ടുണ്ട്. അന്ന് ബലിയർപ്പിച്ച പുരോഹിതൻ ഫാദർ വിൻസെൻ്റ് ചെമ്പകശ്ശേരി, അദ്ദേഹം ഇരിങ്ങാലക്കുട രൂപതയിലെ വൈദികനാണ്. അപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ വർഷങ്ങളായിട്ട് സേവനം ചെയ്തിരുന്നൊരു വൈദികനാണ്. അപ്പോൾ ഈ സിസ്റ്റർ മാമ പറഞ്ഞു, ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ അച്ഛനിങ്ങനെ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അച്ഛന് എന്തെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ നമ്പർ തരികയും, നമ്പർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ നമ്പർ ഞാൻ വാങ്ങിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ കൊടുത്തു. അങ്ങനെ അതിനുശേഷം ഞാൻ തിരിച്ച് ബാംഗ്ലൂർ എത്തിയിട്ട് ഒരു മെസ്സേജ് അയച്ചു, റീച്ച് ബാക്ക് ബാംഗ്ലൂർ ഫാദർ ജി എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. അച്ഛൻ തിരിച്ചൊരു റിപ്ലൈ അയച്ചു, ഓക്കെ മോളെ, ടേക്ക് കെയർ, പ്രേയേഴ്സ്, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ആ മെസ്സേജ്. ഇതിനിടയ്ക്ക് ഞാൻ പറയേണ്ട വലിയൊരു കാര്യമുണ്ട്. വിശ്വാസത്തിൽ ഉറച്ചു ജീവിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അത്ര വലിയൊരു ആത്മബലം ഇല്ലാത്തൊരാളായിരുന്നു. ആത്മബലം ഇല്ലാത്തൊരാളായിരുന്നില്ല, സെൽഫ് കോൺഫിഡൻസോട് തന്നെ പറയാം, ആത്മബലം ഉണ്ടായിരുന്നു. ജീവിതത്തിലെ വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒറ്റയ്ക്ക് തന്നെ നിന്ന് നേരിട്ടു എന്ന് പറയാം. പക്ഷേ ഇതിനിടയ്ക്ക് വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ വലിയൊരു വൈകല്യം തന്നെ ഞാൻ നേരിട്ടു എന്ന് പറയാം. എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം 9 പ്രാവശ്യം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ഒരാളാണ് ഞാൻ. ദൈവത്തിൻ്റെ വലിയൊരു പരിപാലന, എൻ്റെ ഈശോയ്ക്ക് എന്നെ വേണമായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ ലോകത്ത് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഈശോ മിശിഹ. ഒരു പ്രാവശ്യം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോകുന്നു ഡോക്ടർ പറഞ്ഞു. ഒരു പ്രാവശ്യം എൻ്റെ ഈ കൈത്തണ്ടയിൽ 13ഓളം വരകളുണ്ട്.
അപ്പോൾ ഒട്ടും വെയിറ്റ് എടുക്കാൻ സാധിക്കില്ല, കൈ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനൊരു വെയിറ്റ് ലിഫ്റ്ററാണ്. അച്ഛൻ്റെ മരണമാണ് എന്നെ അതിൽ നിന്ന് മാറ്റിയതില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു രീതിയിലേക്ക് ജീവിതം പോയേനെ. പക്ഷെ അതൊരു നഷ്ടമേ അല്ല, ഞാൻ അതിനേക്കാളൊക്കെ വലിയൊരു സന്തോഷ തികവിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, തമ്പുരാൻ എന്നെ അന്നേ എത്ര വളരെ ഭംഗിയായി പരിപാലിച്ചിരുന്നു എന്നതാണ്. അപ്പോൾ ഈ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടായിരുന്നു. അച്ഛനെപ്പറ്റി കൂടുതൽ ആലോചിച്ചാൽ എനിക്ക് അച്ഛനില്ലാതെ നിൽക്കാൻ പറ്റില്ലേ, അല്ലെങ്കിൽ അച്ഛൻ എന്നെ അവിടെ കാത്തിരിക്കുകയാണോ, അങ്ങനെ ഒത്തിരിയേറെ ചിന്തകളിലൂടെ ഞാൻ കടന്നു പോകുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ അച്ഛൻ മെസ്സേജ് അയച്ചു ഇങ്ങനെ, ടേക്ക് കെയർ, ഓക്കെ മോളെ ടേക്ക് കെയർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ സിസ്റ്റർ മമ്മയെ വിളിച്ച് പറഞ്ഞു, എന്താണെന്നറിയില്ല അച്ഛൻ്റെ മെസ്സേജ് വായിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. അപ്പം മമ്മ പറഞ്ഞു, അച്ഛൻ ആ മെസ്സേജ് എനിക്കൊന്ന് ഫോർവേഡ് ചെയ്യൂ. ഞാൻ ചെയ്തപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. മമ്മ പറഞ്ഞു, ഇല്ല അച്ഛൻ ഇതിനകത്ത് ഒന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, എന്താണെന്നറിയില്ല, അച്ഛനൊരു ഫാദർലി ഫിഗർ എൻ്റെ മനസ്സിൽ തോന്നുകയാണ് എന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ അതിന് ശേഷം ഞാനൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. അത് കുറച്ച് സീരിയസ് ആയിരുന്നു. അപ്പോൾ അന്ന് മമ്മ സെയിൻറ്റ് ആൻസിൻ്റെ എഡ്യൂക്കേഷൻ കൗൺസിലറാണ്. അപ്പം മമ്മ വരാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പം മമ്മ ഈ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഒന്ന് പെർമിഷൻ വാങ്ങി ബാംഗ്ലൂർ വരെ ഒന്ന് പോയിട്ട് അച്ഛനോടൊന്ന് സംസാരിക്കുമോ, ഇങ്ങനെ അച്ഛൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, നമ്മുടെ ജീവിതം വെച്ചുള്ളൊരു കളി. അങ്ങനെ അച്ഛൻ 2 ദിവസത്തെ പെർമിഷൻ വാങ്ങി ബാംഗ്ലൂർ വന്നു. ഒരു മതപരിവർത്തനത്തിൻ്റെ വാചകങ്ങളോ അല്ലെങ്കിൽ ബൈബിളിലെ കൊട്ടേഷനുകളോ മറ്റൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, 13-14 വർഷത്തെ സെമിനാരി ജീവിതത്തിൽ നിന്ന് കിട്ടിയ ആ വലിയ ഒരു പാഠവും ഈശോയുടെ ആ ഒരു അപ്പസ്തോലിക പാരമ്പര്യത്തിൽ കൈവെപ്പിനാൽ കിട്ടിയ പൗരോഹിത്യത്തിൻ്റെ ആ വലിയൊരു അനുഗ്രഹമൊക്കെ ആയിരിക്കാം അദ്ദേഹം എന്നോട് പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ ആത്മാവിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്ന വിധത്തിലുള്ളതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇല്ല ഞാൻ മാക്സിമം ഇനി ഇങ്ങനത്തെ ഒന്നും ചിന്തിക്കില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യണം, മനസ്സ് ഡൈവേർട്ട് ചെയ്യണം ആ സമയത്ത്, ഇല്ലെങ്കിൽ എന്നെ വിളിക്കണം, തിരക്കാണെങ്കിലും തിരിച്ച് ഞാൻ വിളിക്കും, ഇല്ലെങ്കിൽ വീട്ടിലോട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ സമാധാനിപ്പിച്ച് അച്ഛൻ പോയി. അങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു. ബാക്കിയെല്ലാം സ്ട്രഗിൾ ചെയ്തെങ്കിലും അത് സധൈര്യം അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നു. പിന്നീട് പെട്ടെന്ന് ഇങ്ങനെ അച്ഛനെ പറ്റി ഓർത്തൊരു ദിവസം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നിയ സമയത്ത് ഞാൻ ഈ ഫാദർജിയെ വിളിച്ചു. അപ്പോൾ അച്ഛൻ ഫോൺ എടുത്തിട്ട് എന്താ കുഞ്ഞെ സുഖമല്ല അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്താണെന്നറിയില്ല അച്ഛാ, എനിക്ക് പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ തോട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ നല്ല മക്കൾക്കൊക്കെ മനസ്സിലാകും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഒരു സ്നേഹം എത്രമാത്രം വലുതാണെന്ന്. ഞാൻ അന്ന് ആ വൈദികനോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, ഒരു ആഗ്രഹം ഇതാണ്, അച്ഛാ എനിക്ക് എൻ്റെ അച്ഛനെ ഒത്തിരി മിസ് ചെയ്യുന്നു, താരാട്ടുപാട്ടിൻ്റെ ഈണത്തിൽ ഒരു 2 വരി എനിക്കൊന്ന് മൂളിത്തരാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്നാൽ ആ വൈദികൻ പറഞ്ഞ ഉത്തരം എങ്ങനെയാണ്, കുഞ്ഞെ നമ്മൾ സെമിനാരിയിൽ പഠിക്കുന്നത് കുർബാനയല്ലേ, അച്ഛന് താരാട്ടുപാട്ട് അറിയില്ല, കുർബാനയിലെ ഒരു 4 വരി പാട്ട് ഞാൻ പാടിത്തരാം എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കുർബാനയിൽ പങ്കുചേർന്നതിന് ശേഷം ബാംഗ്ലൂരിൽ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ കുർബാനയിൽ പങ്കുചേരുമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ബാംഗ്ലൂർ രാമമൂർത്തി നഗറിൽ പള്ളിയില്ല. അന്നൊരു ചെറിയൊരു വീട് പോലത്തെ ഒരു ചെറിയൊരു സ്ഥലത്താണ് ബലി അർപ്പിച്ചിരുന്നത്. ഞാൻ അവിടെ പങ്കുചേരുമായിരുന്നു. എത്രയോ കുർബാനകളിൽ കണ്ണുനീർ വാർത്ത് നിന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഈശോ കുർബാനയിൽ വന്ന് നിൽക്കുന്ന ആ വലിയ ഒരു സാന്നിധ്യം എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. തമ്പുരാൻ എന്നെ അവിടെ കൈനീട്ടി സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എനിക്ക് ആ വലിയ സ്നേഹം ആവശ്യമാണ്. പക്ഷേ തമ്പുരാനെ സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒത്തിരിയേറെ ഞാൻ കരഞ്ഞിട്ടുണ്ട് ആ ഒരു പള്ളിയിൽ. പിന്നീട് അതെൻ്റെ ഇടവക പള്ളിയായി. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ എനിക്ക് കുർബാനയിലെ മിക്ക ഗീതങ്ങളും ഒരുവിധമൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ അച്ഛൻ എനിക്ക് അന്ന് പറഞ്ഞു തന്ന പ്രാർത്ഥനാ ഗീതം ഇതാണ്, അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ സുഹൃത ജപം, ഒരു ദിവസം എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയില്ല. ഷീഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റുഹാദൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഇതാണ് എനിക്ക് തന്ന ആ ഒരു സുഹൃത ജപം. അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണോ, ആ പിതൃവാത്സല്യത്താൽ തന്നതായത് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ, ഈ ഒരു പ്രാർത്ഥന ജപിക്കാൻ തുടങ്ങിയെന്ന് പറയാം. കാരണം പ്രാർത്ഥിക്കാൻ എന്ന് പറയുമ്പോൾ അതൊരു പൂർണ്ണ സമർപ്പണമാണ്. അന്ന് എനിക്കതുണ്ടായിരുന്നോ എന്നെനിക്കറിയില്ല. അപ്പം ഞാൻ ജപിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു ടൈം ടേബിളിലും ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല. ആകെ മാറ്റം വരുത്തിയത് മാക്സിമം ടൈംസ് ഈ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അങ്ങനെ കുറച്ചും കൂടി കൂടുതലായിട്ട് ഞാൻ പോലും അറിയാതെ വിശുദ്ധ ബൈബിളിലേക്കും കൂടുതൽ ആഴത്തിലിറങ്ങാൻ തുടങ്ങി.
ഞാൻ സക്കേവൂസായി ഇരുന്നിട്ടുണ്ട്. ബൈബിൾ വായിക്കുമോ എൻ്റെ ഈശോ എന്നെ കാണാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൂടാതെ സമരിയാക്കാരി സ്ത്രീ ആയിട്ടുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പത്രോസിനോട് അവൻ ചോദിച്ച പോലെ എത്രയോ പ്രാവശ്യം എന്നോട് എൻ്റെ ഈശോ ചോദിച്ചിട്ടുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യമാണ് പത്രോസിനോട് ചോദിച്ചതെങ്കിൽ 300 പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് തുറന്നു പറയാൻ ഒത്തിരിയേറെ സമയം ഞാൻ എടുത്തു. പെട്ടെന്ന് തീരുമാനിച്ച് 2014 ഡിസംബറിന് തീരുമാനിച്ച് 2015 ക്രിസ്ത്യാനിയായ ഒരാളല്ല ഞാൻ ക്രൈസ്തവ മതം സ്വീകരിച്ചത് ഒന്നിനെയും തകർക്കാനോ ആരെയും മോശമായി കാണിക്കാനോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞു, പല മതങ്ങളെപ്പറ്റി പഠിച്ചിട്ടുണ്ട്, ഞാനൊരു വിശ്വാസിയായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഈശോ ഇല്ലാതെ പറ്റില്ലായിരുന്നു. എൻ്റെ ഈശോയെ എനിക്ക് സ്വീകരിക്കണമായിരുന്നു. അവൻ്റെ ആ ഒരു സ്നേഹം രുചിച്ചറിയണമായിരുന്നു. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവെ അങ്ങേക്ക് സ്തുതി എന്ന് പറയുന്ന പോലെ അൺഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു വലിയ സമ്മാനം. വിശുദ്ധ കുർബാനയേക്കാൾ അപ്പുറമായിട്ട് ഇഹലോകത്തും പരലോകത്തും ഒന്നുമില്ല. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് തമ്പുരാൻ അടുത്തുള്ളപ്പോൾ ധൈര്യമായിട്ട് പോയിട്ട് എൻ്റെ ഈശോയെ എന്ന് വിളിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം 33.5 വർഷം വരെ ഞാൻ ജീവിച്ച വിശ്വാസം അതൊരു തള്ളിക്കളയാൻ പല കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, അത് മോശമായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. 2, ഇതെൻ്റെ തോന്നലുകളാണോ, എൻ്റെ ഭ്രമങ്ങളാണോ? അതൊരു വലിയൊരു മനസ്സിനകത്ത് വലിയൊരു ഫൈറ്റിംഗ് തന്നെയാണ്, ഒരു ആത്മീയ യുദ്ധം എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ ഇങ്ങനെ വിശ്വാസം മാറുമ്പോൾ അത് ബാക്കിയുള്ളവരെ എങ്ങനെ ബാധിക്കും, അങ്ങനെ പല ചിന്തകളും ഒത്തിരിയേറെ എന്നിലെ ഞാനായിരുന്നു എന്നെ ഭരിച്ചിരുന്നത്. പക്ഷേ ഏതൊരു വിശ്വാസത്തിൽ നിന്നും അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തൊരവസ്ഥയിൽ നിന്നും ഈശോയിലേക്ക് എത്തുന്ന ഒരാൾക്ക് പറയാനൊരു മൊമെൻ്റ് ഉണ്ടാവും. നമുക്ക് മരിക്കാനും പറ്റില്ല, ജീവിക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ എൻ്റെ തമ്പുരാൻ എനിക്ക് വേണം, അങ്ങനത്തെ ഒരു അവസ്ഥ. എനിക്ക് മനസ്സിലായി ഇനി എനിക്കൊന്നും സാധിക്കില്ല. വിശുദ്ധ കുർബാനയായ അവനെ സ്വീകരിക്കാതെ എനിക്കിനി ജീവിക്കാനും പറ്റില്ല, മുന്നോട്ട് പോകാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ അമ്മയോട് തുറന്നു പറയാൻ തയ്യാറായി, എനിക്ക് എൻ്റെ തമ്പുരാനെ സ്വീകരിക്കണമെന്ന്. അങ്ങനെ ഒരു ദിവസം, അതായത് 2014 സെപ്റ്റംബർ മാസം, ഞാൻ പ്രാർത്ഥിച്ച് ഇതുവരെ ഞാൻ എല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി, എൻ്റെ ഈശോയും ഈ ഒരു വിശ്വാസവും. പക്ഷെ ഇനി എനിക്ക് സാധിക്കുന്നില്ല. കാരണം എനിക്ക് ഈശോയെ അറിയണം, എനിക്ക് വിശുദ്ധ കുർബാന അറിയണം, വിശുദ്ധ കുർബാന അനുഭവിക്കണം, എനിക്ക് എൻ്റെ ഈശോയെ സ്വീകരിക്കണം. ഒരു 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 ഒറ്റ നിമിഷം പോലും എന്നിൽ നിന്ന് അവൻ മാറി നിൽക്കാത്തൊരവസ്ഥ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇനി മുതൽ എൻ്റെ നാവിലും മനസ്സിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ ഈശോയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്നൊരു പ്രാർത്ഥനയോടുകൂടി റോമിൽ നിന്നിറങ്ങി. പക്ഷെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, എന്ന് എൻ്റെ അമ്മ എനിക്ക് മാമോദീസയ്ക്ക് അനുവാദം നൽകുന്നു അന്നേ ഞാൻ ക്രിസ്ത്യാനി അങ്ങനെ മാമോദീസ സ്വീകരിക്കുകയുള്ളൂ. പക്ഷേ ഇന്നു മുതൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കും, പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങും എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇറങ്ങി. അങ്ങനെ അന്ന് വൈകിട്ട് അമ്മയോട് ഞാനിങ്ങനെ സംസാരിച്ചു. അമ്മ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സുഹൃത്താണ്. എൻ്റെ കുർബാനയിലെ ഗീതങ്ങളും യാമശുശ്രൂഷയിലെ ഗീതങ്ങളും ഒക്കെ എൻ്റെ അമ്മയും കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അമ്മയോട് ഞാനിങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ എനിക്ക് എൻ്റെ ഈശോയെ വേണം. അപ്പം അമ്മ ആദ്യം ഒരു തമാശയായിട്ട് വിചാരിച്ചു. പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി. പിന്നെ ഈ കാലങ്ങളിൽ, ഈ മാസങ്ങളിലൊക്കെ എന്നിൽ വന്ന വലിയ മാറ്റങ്ങൾ. ഞാനൊരു മുൻകോപിയായിരുന്നു. ഇന്നെല്ലാം തികഞ്ഞ ഒരാളെന്ന് അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ മുൻകോപം എന്ന് പറഞ്ഞൊരവസ്ഥയില്ല. അന്നൊരു മുൻകോപിയായിരുന്നു, നിരാശയായിരുന്നു, അങ്ങനെ പലതും ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ അപ്പം അമ്മയ്ക്ക് മനസ്സിലായി ഇത് സീരിയസ് ആയിട്ട് പറയുന്നതാണ്. അങ്ങനെ അമ്മ അന്ന് എനിക്കൊരു വാക്ക് തന്നു. ആരൊക്കെ എതിർക്കുമെന്നോ ആരൊക്കെ ഇത് അനുകൂലിക്കുമെന്നോ എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കുട്ടിയുടെ കൂടെ ഞാൻ ഉണ്ടാവും. ഇതിനു വേണ്ടി എന്ത് ചെയ്യണം എന്നെനിക്കറിയില്ല, എല്ലാ ഒരുക്കങ്ങളും ചെയ്തോളൂ, കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. തമ്പുരാൻ അനുഗ്രഹിച്ച് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരുന്നു അന്ന്. കാരണം അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അതിനപ്പുറത്ത് ഞാനൊന്നും എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചിട്ടുമില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. എൻ്റെ ജീവിതത്തിൽ അത്രത്തോളം ഞാൻ ആഗ്രഹിച്ച് നേടിയ മറ്റൊന്നുമില്ല. എൻ്റെ ഈശോയെ എനിക്ക് വേണം, അത് മാത്രമേ ഞാൻ ഏറ്റവും അത്ര തീവ്രതയോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അതിനെൻ്റെ അമ്മ സമ്മതിച്ച ദിവസം വളരെ സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ ആ വിശ്വാസത്തിനോട് ചേർന്ന് മറ്റൊരാഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു, മിണ്ടാമഠത്തിൽ ചേരുക എന്നുള്ളത്. അതിന് പക്ഷേ അമ്മയ്ക്ക്, കാരണം അമ്മ ജീവനുള്ള കാലം വരെ അമ്മയ്ക്ക് കണ്ടുകൊണ്ടിരിക്കണം, അമ്മക്ക് കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു ആ ഒരു ആഗ്രഹം അമ്മയ്ക്കുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു മാർ തോമാസ് ലീഹായുടെ കാര്യം. അപ്പോൾ തോമാസ് ലീഹ ഉണ്ടായിരുന്നില്ല. ഈശോ പ്രത്യക്ഷപ്പെട്ട് ഉദ്ധിതനായ ഈശോ വന്നു കഴിയുമ്പോൾ തോമാസ് ലീഹ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, വിശുദ്ധ ബൈബിൾ പറഞ്ഞു തരുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം പുറത്തു പോയിരിക്കുകയായിരുന്നു.
പക്ഷേ ഡൗട്ടിങ് തോമസ് എന്ന് പറയുന്നെങ്കിൽ ഞാൻ ഡെയറിങ് തോമസ് എന്ന് പറയാറില്ല, ധൈര്യവാനായ തോമസ് ആണ്. ബാക്കി ശ്ലീഹന്മാർ ഉള്ളിലിരുന്നപ്പോഴും ധീരമായിട്ട് ഈശോ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിരിക്കും അദ്ദേഹം ഇറങ്ങി നടന്നതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഉദിതനായ ഈശോ മാർ തോമസ് ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പാർശ്വത്തിൽ വിരലുകൾ വയ്ക്കുമ്പോൾ ഈശോ പറയുന്നൊരു വാക്യമുണ്ട്, നീ കണ്ടതുകൊണ്ട് എന്നെ വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. വളരെ കറക്റ്റാണത്. മറ്റൊരു വിശ്വാസത്തിൽ നിന്ന് വരുന്ന എന്നെപ്പോലുള്ളവരെല്ലാം കണ്ടു വിശ്വസിക്കുന്നവരാണ്. ഞാൻ എൻ്റെ ഈശോയെ കണ്ടും അനുഭവിച്ചും അറിഞ്ഞുമാണ് വിശ്വസിച്ചത്. പക്ഷേ ജന്മനാ ക്രിസ്ത്യാനിയായവർ എത്രയേറെ ഭാഗ്യം ചെയ്തവരാണ്, എത്രയേറെ ഭാഗ്യം. പലരും അത് അറിയുന്നില്ല. ഞാനൊരു നസ്രാണിയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്ന ചിലർ, ഞാനൊരു ക്രിസ്ത്യാനിയാണോ, ഞാനൊരു നസ്രാണിയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ എൻ്റെ ഈശോയുടേതാണ്. ക്രിസ്ത്യാനിയായി ജീവിക്കാൻ പറ്റുക കാണാതെ വിശ്വസിക്കുന്നവരാണ് ഏറ്റവും വലിയ ഭാഗ്യം ചെയ്തവരാണ്. ഓരോ കുദാശകളിലും ചെറുപ്പം മുതൽ ആ മാമോദീസ, സ്ഥൈര്യലേപനം, എന്തൊരു രസമാണ് ആ കാലഘട്ടം. ഈശോയുടെ ആ കുഞ്ഞു പ്രായത്തിലെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക, ഈശോയെ ആ കുഞ്ഞു പ്രായത്തിൽ അറിയുക. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അതൊക്കെ. അവിടുന്ന് അങ്ങോട്ട് ഒരുക്കിയെടുക്കുകയാണ് നമ്മളെ വിശുദ്ധ കുമ്പസാരത്തിലൂടെ. അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യവും ഓരോ കുദാശകളിലൂടെ, കുദാശ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവവുമായിട്ട് ഐക്യപ്പെടുവാൻ വേണ്ടി ഉള്ള ഓരോ ദൈവാനുഭവം നൽകുന്നതാണ് കുദാശ. ഈശോ തന്നെയാണ് ഓരോ കുദാശകളും. ഈശോയെ നമ്മൾ അനുഭവിച്ചറിയാണ്. ആ കുദാശ നിനക്ക് ശരിക്കും അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം, ചിലർ പറയും എനിക്ക് കുർബാന ഒരു അനുഭവമാകുന്നില്ല, അതിനർത്ഥം ഞാൻ ഒരുങ്ങുന്നില്ല. ഈശോ പറയുന്നുണ്ട് അനുരഞ്ജനം, അതിലേക്ക് കുർബാനയിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറയുന്നത് നസ്രാണിയാണ്. ഞാൻ പൊതുവേ പറയുന്നൊരു കാര്യമാണ്, ഈശോ മിശിഹ എന്ന് കേട്ടാൽ തുടിക്കണം ആത്മാവ് ഹൃത്തളത്തിൽ. കാരണം അവൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ. നമ്മളെല്ലാം രണ്ടാമത് ജനിച്ചവരാണ്. ഈശോ മിശിഹ എന്ന് കേൾക്കുമ്പോൾ ആത്മാവോടെ പെടയ്ക്കണം. കത്തോലിക്ക സഭ എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. സഭ ഈശോയുടെ പക്ഷപാതമില്ലാത്ത ആ ഒരു സ്നേഹം പ്രകാശിപ്പിക്കുന്ന സഭ, എന്തുമാത്രം നന്മകൾ ഈ ലോകത്ത് ചെയ്യുന്ന സഭ. വെറും മൃഗതുല്യം ജീവിക്കുന്ന, ഓരോ സ്ഥലത്ത് ജീവിക്കുന്നവരിലേക്ക് ആ ഒരു സ്നേഹം പ്രഘോഷിക്കാൻ വേണ്ടി ജീവിതം വരെ പണയം വെച്ച് പോകുന്നവരുണ്ട്. സോ നമ്മൾ അഭിമാനിക്കണം നമ്മുടെ സഭയോർത്ത്. പിന്നെ കൂദാശകളെ പറ്റി പറയുമ്പോൾ എൻ്റെ ആ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. മാമോദീസ, എൻ്റെ നെറുകയിൽ തൂകിയ ആ ഒരു മാമോദീസ ജലത്തിന് ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തത്തിൻ്റെ ഗന്ധമുണ്ട്. നമുക്കറിയാം തിരുവിലാവിൽ നിന്നുള്ള ആ ഒഴുകിയതാണ് സഭയുടെ ആ ഒരു ജനനം. ആ ഒരു ഗന്ധമുണ്ട് എൻ്റെ മാമോദീസ ജലത്തിന്, എൻ്റെ നെറുകയിൽ തൂകിയ മാമോദീസ ജലത്തിന്. എന്നിലെ അവൻ വലിയ വാഗ്ദാനം നൽകിയിട്ട് പോയതാണ്, പാറക്ലേത്ത, സഹായകൻ, പരിശുദ്ധാത്മാവ്. എന്നിലെ പരിശുദ്ധാത്മാവിനെ, ദൈവത്തിൻ്റെ പരമപരിശുദ്ധാത്മാവിനെ എനിക്ക് സ്ഥിരപ്പെടുത്തിയ എൻ്റെ സ്ഥൈര്യലേപന മുദ്രയ്ക്ക് ഈശോയുടെ ഓരോ തിരുമുറിവുകളുടെയും ചൈതന്യമുണ്ട്. നമ്മളതൊക്കെ അനുഭവിക്കണം. അതൊക്കെ നമ്മൾ ചിന്തിച്ച് ധ്യാനിച്ച് നമ്മുടെ ജീവിതം എത്രമാത്രം മഹത്തരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമുക്കറിയാം വിശുദ്ധ കുർബാന, നമ്മളിൽ ഒന്നാവാൻ, നമ്മോടൊത്ത് വസിക്കാൻ, യുഗാന്ത്യം വരെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ആ ഒരു വാക്ക്, നമ്മോടൊത്ത് വസിക്കാൻ നമ്മളിലേക്ക് എത്തുന്ന ഈശോയെ വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ഏകജാതനെ തരാൻ തക്ക വിധം നമ്മളെ സ്നേഹിക്കുന്ന സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മളെ വിളിക്കുവാൻ ഈശോയിലൂടെ പഠിപ്പിച്ച ആ വലിയ പിതാവിനെയാണ്, ആ വലിയ പിതാവിൻ്റെ സ്നേഹത്തെയാണ്. നമ്മൾ പറയും സ്വർഗം, എന്താണ് സ്വർഗം? പിതാവിൻ്റെ ഭവനം. നമ്മുടെ ഈശോ പോയിട്ട് നമുക്ക് വേണ്ടി ഓരോ ഭവനം ഒരുക്കുന്നുണ്ട്. പുത്രൻ തമ്പുരാൻ്റെ കാലടികൾ പിന്തുടർന്ന് ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തണം, നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്. അതിന് വിട്ടുവീഴ്ച വരുന്ന ഒന്നും ഈശോ മിശിഹായുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് നമുക്ക് ഉണ്ടാവരുത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രയാസമേറിയൊരു ടാസ്ക്കാണ് ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും സിമ്പിളായൊരു കാര്യമാണ്. വെറുതെ ഞാനൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന ആയിക്കോട്ടെ, ഞാൻ വണ്ടി ഓടിക്കുമ്പോഴുള്ള ആ ഒരു ജെന്യൂനിറ്റി ആയിക്കോട്ടെ, ആ ഒരു മര്യാദ ആയിക്കോട്ടെ, മറ്റൊരാളിൽ വയ്യാത്തൊരാളിലായിക്കോട്ടെ, അല്ലെങ്കിൽ അധികം വൃത്തിയില്ലാത്തതോ സ്വഭാവദൂഷ്യമുള്ള ഒരാളിലോ ആയിക്കോട്ടെ, ഈശോയെ കണ്ടെത്തി എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മളെല്ലാം വിളിച്ചിരിക്കുന്ന മറ്റൊരു മിശിഹായാകാനാണ്. പിന്നെ വിശുദ്ധ കുമ്പസാരം. അങ്ങനെ തമ്പുരാൻ്റെ വലിയൊരു അനുഗ്രഹത്താൽ 2015 ജനുവരി 1 ഞാൻ മാമോദീസ സ്വീകരിച്ചു. റോസ് മരിയ എന്നാണ് എൻ്റെ മാമോദീസ പേര്. റോസ എന്ന ആ ഒരു പേരെടുക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ വിൻസെൻ്റ് ചെമ്പകശ്ശേരി, അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരാണ് റോസക്കുട്ടി. അപ്പോൾ ആ റോസയാണ് ഞാൻ എടുത്തത്. പിന്നെ മാതാവില്ലാതെ, മാതാവിൻ്റെ കൈ പിടിച്ചാണ് നമ്മൾ മർത്തുമറിയത്തിൻ്റെ കൈ പിടിച്ച് ഈശോയിലേക്ക് എത്തണം. അപ്പോൾ അങ്ങനെയാണ് റോസ് മരിയ. ഞാൻ കുമ്പസാരത്തെ പറ്റിയും കൂടി ചെറിയൊരു, കാരണം അത് ഞാൻ സ്വീകരിച്ചപ്പോൾ എനിക്കുള്ളൊരു അനുഭവം. കാരണം വിശുദ്ധ കുർബാന ഞാൻ സ്വീകരിക്കാൻ എനിക്ക് വലിയ ഒരു
ഒരു ഭയപ്പാടോ അല്ലെങ്കിൽ ഒന്നുമില്ല. കാരണം വിശുദ്ധ കുർബാന സ്വീകരിക്കാനാണ് ഞാൻ ക്രിസ്ത്യാനിയായത്. പക്ഷേ കുമ്പസാരം എന്ന് പറയുന്നത് ഒത്തിരിയേറെ മറ്റൊരു മതത്തിലുള്ളവർക്ക്, എന്നെപ്പോലുള്ളവർക്ക് പല ആശങ്കകളുണ്ടായിരുന്നു. പക്ഷെ അതല്ല, നമ്മൾ പറയാറുണ്ട് കടങ്ങളും പാപങ്ങളും പൊറുക്കണം. എന്താണ് ഈ കടങ്ങളും പാപങ്ങളും? ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാത്തതെല്ലാം എൻ്റെ കടങ്ങളാണ്. ഞാൻ ചെയ്യാൻ എനിക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ അതെല്ലാം എൻ്റെ കടങ്ങളാണ്. ഞാൻ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം എൻ്റെ പാപങ്ങളാണ്. ഈ കടങ്ങളും പാപങ്ങളും ഞാൻ ഏറ്റുപറയുന്നത് കുമ്പസാരത്തിലാണ്, അല്ലാതെ അവിടെ മറ്റൊന്നുമല്ല. അതിലൊത്തിരി കാര്യങ്ങളുണ്ട്, അതിലേക്കും കിടക്കുന്നില്ല. ഞാൻ കുമ്പസരിക്കാൻ പോകുമ്പോൾ ഞാൻ കാണാറുള്ളത് എൻ്റെ ഈശോയെയാണ്. നമ്മൾ ഈശോയോടാണ് ഏറ്റുപറയുന്നത്. അവിടെ അവൻ തരുന്നത് അവൻ്റെ പരമപരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വിശുദ്ധിയുമാണ് ആ വലിയ കുമ്പസാരം എന്ന കൂദാശ. പിന്നെ അങ്ങോട്ട് വിവാഹം, തിരുപ്പട്ടായിക്കോട്ടെ. പക്ഷെ മരണം, ഇന്നെനിക്ക് മരിക്കാൻ പേടിയില്ല, പക്ഷെ ജീവിക്കാൻ ഒത്തിരിയേറെ ആഗ്രഹമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ ലോകത്തിൽ എന്നെ എന്തെങ്കിലും പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ കുർബാന മാത്രമാണ്. പരിശുദ്ധ കുർബാന മാത്രമേ ഉള്ളൂ. അപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് മാത്രം മുന്നോട്ട് പോകുവാനും ജീവിക്കുവാനും നമുക്ക് ആദ്യം സാധിച്ച ബാക്കി കാര്യങ്ങളെല്ലാം തനിയെ പുറകെ വരും. കാരണം കുർബാന കേന്ദ്രീകൃതമാണ് നമ്മുടെ ജീവിതമെങ്കിൽ തമ്പുരാൻ നോക്കിക്കോളും ബാക്കിയെല്ലാം. അങ്ങനെ കുമ്പസാരത്തിലേക്ക് കിടക്കുമ്പോൾ ഒരിക്കലും വൈദികനെ അല്ല നമ്മളവിടെ കാണേണ്ടത്, ഈശോ മിശിഹായാണ്. എനിക്ക് ചിലപ്പോൾ തോന്നും എന്തിനാണ് ഈ കൂട്? അതിനപ്പുറത്തിരിക്കുന്നത് എൻ്റെ പാപങ്ങൾ ഏറ്റുവാങ്ങാൻ, എന്നിലെ മുറിവുകൾ വച്ചുകെട്ടാൻ, വ്രണമാവാതെ എൻ്റെ മുറിവുകൾ ഉണക്കാൻ അവനല്ലേ ഇരിക്കുന്നത്, എൻ്റെ തമ്പുരാനല്ലേ അവിടെ ഇരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ അത് മറക്കണു. എൻ്റെ തമ്പുരാനാണ് എന്നെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി ഇരിക്കുന്നത്. പണ്ട് പാപിനി എന്നുള്ള വാക്ക് മറിയത്തിന് ചേർന്നതല്ല. മറിയം തൻ്റെ തലമുടികളാൽ തൈലത്താൽ ഈശോയുടെ പാദം കഴുകിയ പോലെ എൻ്റെ തമ്പുരാൻ്റെ പാദങ്ങൾ കഴുകിക്കൊണ്ട്, എൻ്റെ കണ്ണുനീരാൽ കഴുകിക്കൊണ്ട്, എൻ്റെ പാപങ്ങൾ വിശുദ്ധീകരിച്ച് അവനെ കുർബാനയായി സ്വീകരിക്കാൻ എനിക്ക് സാധിക്കണം. എൻ്റെ മരണം വരെ, മരിക്കുന്ന ആ ദിവസവും കുർബാന സ്വീകരിച്ച് മരിക്കാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് ഏറ്റവും അധികം ബലം തരുന്ന, എനിക്ക് ആത്മീയ ബലം തരുന്ന ഏറ്റവും വലിയൊരു പ്രാർത്ഥനയും കൂടെ ഞാൻ പങ്കുവയ്ക്കുകയാണ്. യാമശുശ്രൂഷ, യാമപ്രാർത്ഥന. ഞാൻ ക്രൈസ്തവ ജീവിതം ആരംഭിച്ചൊരിത്തിരി കഴിഞ്ഞപ്പോൾ എന്നിലേക്ക് വന്നു ചേർന്ന, അതിനുശേഷം എൻ്റെ ആത്മീയ നേതാവ് വഴി പഠിക്കാൻ സാധിച്ച ഒരു പ്രാർത്ഥനയാണ്, സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയാണ്. ഇപ്പോഴും ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇന്നത്തെ ഈ യാമപ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ്. ഇനി അങ്ങോട്ട് അടുത്ത പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. ഓരോ യാമങ്ങളെയും വിശുദ്ധീകരിക്കേണ്ടുന്ന പ്രാർത്ഥന അതൊരിക്കലും വൈദികർക്കോ സന്യസ്തർക്കോ മാത്രമുള്ളതല്ല. നമ്മളെല്ലാവരും ജപിക്കേണ്ടത്, എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ്. യാമശുശ്രൂഷയുടെ ഒരു സാക്ഷ്യം കൂടിയാണ് എൻ്റെ ജീവിതം. പിന്നെ അവസാനമായിട്ട് വിശ്വാസത്തെപ്പറ്റി, നമുക്കിപ്പോൾ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ അയാളെപ്പറ്റി അറിയണം. ഈശോയെപ്പറ്റി ഏറ്റവും അധികം അറിയാൻ സാധിക്കുന്ന വിശുദ്ധ ബൈബിളിലൂടെയും പരിശുദ്ധ കുർബാനയിൽ കൂടിയാണ്. ഇതെല്ലാമാണ് എൻ്റെ ഒരു വിശ്വാസ സാക്ഷ്യം. ഇതിനിടയ്ക്ക് ഞാൻ നമ്മുടെ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ സഭ നടത്തുന്നൊരു സ്ഥാപനത്തിൽ നല്ല സമ്പ്രായം എന്ന് പറയും, അവിടെ പോയി സേവനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. എനിക്കൊന്നും സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളിലൂടെ കടന്നുപോയി. അപ്പോഴേക്കാണ് സഭയെ കൂടുതലായി ആഴത്തിൽ അറിയാൻ സാധിച്ചത്. വിശുദ്ധ കുർബാനയെപ്പറ്റി ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, നമ്മുടെ ജീവിതം അത് വെറുതെ ഈ ഭൂമിയിലേക്ക് വന്നതല്ല. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനി ആവുക, ഒരു നസ്രാണിയായി ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു നിയോഗമാണ്. മറ്റൊരു മിശിഹ ആയി തീരാനാണ് സഭ നമ്മെ ക്ഷണിക്കുന്നത്. നമ്മൾ ഓരോ കൂദാശകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം എൻ്റെ ഈശോ എന്നെ ഒരുക്കിയെടുക്കുകയാണ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുക എന്ന് പറഞ്ഞിട്ട് ഛായയിൽ മാത്രമാണ് സൃഷ്ടിച്ചേക്കുന്നത്. അടുത്ത വാക്ക് ഉൽപ്പത്തിയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെ സാദൃശ്യമില്ല. ആ സാദൃശ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ ആ സാദൃശ്യത്തിലേക്ക് എത്താനുള്ളൊരു തീർത്ഥാടനമാണ് നമ്മുടെ ഈ ഒരു യാത്ര. അവിടെ നമുക്ക് നമ്മുടെ സഭയിലെ കൂദാശകളും ഒക്കെയാണ്. ഒരു നസ്രാണിയായി അഭിമാനത്തോടു കൂടി ജീവിച്ച് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ച് ജീവിച്ച് മരിക്കുവാൻ, പരിശുദ്ധ കുർബാനയിൽ അവനെ തിരിച്ചറിഞ്ഞ് ആ ശക്തിയോടുകൂടി എൻ്റെ ഈശോ എന്നോടൊപ്പം ഉണ്ട്, അവൻ എന്നിൽ ഒന്നായി ചേരുവാൻ വേണ്ടി എന്നും ഈ ബലിപീഠത്തിൽ വരുന്നുണ്ട് എന്നുള്ള ആ ഒരു വലിയ വിശ്വാസത്തോടു കൂടി അവനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഞാൻ ഒരു 4 വരി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. സഭയെ ഭാഗ്യവതി കീർത്തന ഗീതികളാൽ നാഥന് സ്തുതിയേകൂ, ബഹുമതി അവനേകൂ. നമ്മുടെ സഭയോടൊപ്പം നമുക്ക് ഈശോയെ സ്നേഹിച്ച് മുന്നേറാം. ഓരോ ജീവിതവും
തമ്പുരാൻ്റെ പരമപരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പരസ്പരം സ്നേഹിച്ച്, ഈശോ പറഞ്ഞിരിക്കുന്നത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യാനിയെ സ്നേഹിക്കാൻ മാത്രമല്ല ഈശോ പഠിപ്പിച്ചിരിക്കുന്നത്, ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുകയാണ്. തമ്പുരാൻ്റെ ആ ഒരു വലിയ സ്നേഹം പകരാൻ നമ്മുടെ എല്ലാവരുടെ ജീവിതവും വിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടുന്ന ആ വലിയൊരു ശക്തിയോടുകൂടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോയുടെ സമാധാനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.